3-4 ദിവസമായി നമ്മളുടെ രാഹുൽ ഗാന്ധി നിരന്തരം ആക്രമിക്കുന്നത് ഡോക്ടർ എസ് ജയശങ്കറിനെയാണ്. സുബ്രഹ്മണ്യം ജയശങ്കർ. ജയശങ്കറിൻ്റെ അച്ഛൻ്റെ പേരാണ് സുബ്രഹ്മണ്യം. ഞാൻ ആദ്യം ആലോചിച്ചു, എന്താ ജയശങ്കറിനെ ആക്രമിക്കാൻ കാര്യം? സാധാരണ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത് നരേന്ദ്രമോദി, പിന്നെ അഡാനി, ഈ 2 ക്യാരക്ടേഴ്സിനെയാണ്. അതിൽ കൂടുതലും മോദിയെ ആക്രമിക്കുകയുള്ളൂ. അത് സ്വാഭാവികമാണ്, കാരണം എല്ലാത്തിനും ഉത്തരവാദി പ്രധാനമന്ത്രിയാണല്ലോ. രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അപ്പോൾ ആ ലെവലിൽ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ള ഇക്വേഷൻ വെച്ച് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി ആക്രമിക്കുമ്പോൾ അസ്വാഭാവികമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഭ്രാന്തിനനുസരിച്ച് പുള്ളി പെരുമാറുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നിരന്തരം ആക്രമണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പോയിൻ്റഡായിട്ട് ചോദ്യങ്ങൾ എഴുതിയിട്ട് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ജയശങ്കറിനെയാണ്, മോദിയെ അല്ല. അതിൽ അഭിസംബോധന ചെയ്യുന്നത് ജെ എന്നാണ്. ജയശങ്കറിനെ ജെ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? SJ എന്ന് വിളിച്ചാൽ മനസ്സിലാക്കാം, സുബ്രഹ്മണ്യം ജയശങ്കർ. ഈ ജെ എന്താണ്? ഇപ്പം ജെ എന്താണ് എന്നൊരു പത്രപ്രവർത്തകൻ വഴിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. എൻ്റെ സമയം കളയല്ലേ എന്ന്. അപ്പോൾ എനിക്ക് സംശയം കൂടി, ഇതെന്താ ഇങ്ങനെ പറയാൻ കാര്യം? ജെ എന്താണെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഞാനിതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. ജോക്കർ ജയശങ്കർ എന്നാണ് രാഹുൽ ഗാന്ധി അർത്ഥമാക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു ജയചന്ദ് ജയശങ്കർ എന്നും പറഞ്ഞു. പഴയ പൃഥ്വിരാജ് ജയചന്ദ്രൻ്റെ കഥയുണ്ടല്ലോ, ജയചന്ദ്രൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കഥ. അതിലെ ജയചന്ദ്രനെ ഉദ്ദേശിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി അത്രയ്ക്കങ്ങ് പുരാണത്തിലൊന്നും പോകുന്ന ആളല്ല, പുരാണ കഥാപാത്രങ്ങളോട് താല്പര്യമുള്ള ആളുമല്ല. അപ്പോൾ ജോക്കർ ജയശങ്കർ എന്നായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ ചെയ്യുന്നത് അങ്ങേർക്ക് തന്നെ കുറച്ചിലാണ്. അല്ലെങ്കിൽ ജെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് തുറന്ന് പറയണം. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, എന്താണ് ജയശങ്കറിൻ്റെ നേർക്ക് ആക്രമണം? അതിൻ്റെ കുന്തമുന തിരിച്ചു വയ്ക്കാൻ കാര്യമെന്താണ്? അതിനൊരു കാര്യം വേണമല്ലോ. രാഹുൽ ഗാന്ധി മോദിയെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടാകും. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ശശി തരൂർ, അസദുദ്ദീൻ ഒവൈസി, അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസ്സിലെയാണ്. തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്ന് സുദീപ് ബന്ധോപാധ്യായാണ് ആദ്യം ഈ ഡെലിഗേഷന് കൂടെ പോകേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ TMCയിൽ നിന്ന് യൂസഫ് പഠാൻ എന്ന പഴയ ക്രിക്കറ്റുകാരനെ മോദി തീരുമാനിച്ചു. മമതയ്ക്ക് ദേഷ്യം വന്നു. മമത പറഞ്ഞു, ഞാൻ ആരെയും വിടുന്നില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് പിന്നീട് സമ്മതിച്ചു. അഭിഷേക് ബാനർജിയെ അവർ അയച്ചു. അതാണ് അഭിഷേക് ബാനർജി ഈ ടീമിൽ വരാൻ കാര്യം. ഈ 3 പേരുടെ പ്രസംഗങ്ങൾ പുറത്തു വന്നു. പ്രസംഗമല്ല, അവർ ഈ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ രാജ്യങ്ങളോട് സംസാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അസദുദ്ദീൻ ഒവൈസി സംസാരിക്കുന്നത് ബഹ്റിൻ ഭരണാധികാരികളോടാണ്. അപ്പോൾ അസദുദ്ദീൻ ഒവൈസി അതിനകത്ത് പറഞ്ഞു, പാകിസ്ഥാൻ കുറേ കാലമായി ഞങ്ങളെ ഈ തീവ്രവാദം വെച്ച് ഉപദ്രവിക്കുന്നു. ഇതൊന്നും ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളല്ല. എനിക്കും നിങ്ങൾക്കും അറിയാം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന്. ഖുറാൻ്റെ മഹത്വങ്ങൾ കുറച്ചൊക്കെ പറയുന്നു. ഇൻഷാ അല്ലാ എന്ന് പറയുന്നു. മുഹമ്മദ് സല്ലല്ലാഹി വലാഹു സൈലം എന്നൊക്കെ പറയുന്നു. ടു ഇംപ്രസ് അപ്പോൺ ബഹ്റിൻ റൂളേഴ്സ്. അത് പക്ഷേ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ ലോ ടോണിൽ. അദ്ദേഹത്തിൻ്റെ ആ അസേർബിക്കായിട്ടുള്ള അബ്രാസീവായിട്ടുള്ള പ്രസംഗമൊന്നുമല്ല. വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഒക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു, നല്ല വാക്സാമർഥ്യോടെ. അതിൻ്റെ കൂട്ടത്തിൽ അസദുദ്ദീൻ ഒവൈസി ഒരു കാര്യം പറഞ്ഞു.
ഇനി പാകിസ്ഥാൻ അനങ്ങിയാൽ, ഇനിയൊരു സംഭവം ഉണ്ടായാൽ ഞങ്ങളുടെ തിരിച്ചടി അവർക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതിലും അപ്പുറത്തായിരിക്കും. ശശി തരൂരിൻ്റെ ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷിലെ പ്രസൻറ്റേഷൻ അതും ഞാൻ കേട്ടു. അതിൽ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇതേ കാര്യം ശശി തരൂരും പറയുന്നു. ഇനിയൊരു സംഭവം ഉണ്ടായാൽ ഞങ്ങളുടെ പ്രതികരണം ഇതിലും എത്രയോ വലുതായിരിക്കും. അതിൽ പ്രൊപ്പോർഷനൊന്നും നോക്കാൻ പറ്റില്ല. ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലും നടക്കാനും പോണില്ല. ഇത് അസന്നിഗ്ധമായ ഭാഷയിൽ, പക്ഷേ പൊതിഞ്ഞു പിടിച്ചുള്ള ഡിപ്ലോമാറ്റിക് ഭാഷയിൽ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ശശി തരൂർ. അഭിഷേക് ബാനർജി കുറെ കൂടെ റഫായിട്ട് പറഞ്ഞു. പാകിസ്ഥാനി ടെററിസ്റ്റുകൾ ഭ്രാന്ത് പിടിച്ച പട്ടികളാണ്, പേ പിടിച്ച പട്ടികളാണ്. ആ പട്ടികളുടെ ഹാൻഡ്ലേഴ്സ്, വൈൽഡ് ഹാൻഡ്ലേഴ്സ്, കാടൻ നിയന്ത്രകരാണ് ഈ പേ പിടിച്ച പട്ടികളെ നിയന്ത്രിക്കുന്നത്. ഇവരെ തീർത്ത് കളയാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു അറ്റംപ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കും ഞങ്ങളുടെ തിരിച്ചടി. ഇതാണ് അഭിഷേക് ബാനർജി പറയുന്നത്. അപ്പോൾ അഭിഷേക് ബാനർജിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുക, ഒവൈസിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുക, ശശി തരൂരിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുക. ബാക്കിയുള്ളവരുടെ വീഡിയോസ് ഞാൻ നോക്കാൻ സമയം കിട്ടിയില്ല. നിഷികാന്ത് ദുബെ ഇവരൊക്കെ വലിയ ടീമാണല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒന്നും വീഡിയോ എനിക്ക് കണ്ടു തീർക്കാൻ പറ്റിയില്ല. ഇവരുടെ കണ്ട വീഡിയോ എനിക്ക് നിങ്ങളുടെ ഈ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഉപദ്രവമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ തന്നെ നിങ്ങളെ കാണിച്ചേനെ. കോപ്പിറൈറ്റ് പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബുകാരൻ മൊത്തം വീഡിയോ അങ്ങ് എടുത്ത് കളയും. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ പത്രികയുടെ വീഡിയോ ഒരുപാട് പേര് കോപ്പി ചെയ്തിടുന്നുണ്ട്. അതിന് കോപ്പിറൈറ്റും ഇല്ല, ഒന്നുമില്ല. ബട്ട് ഞാൻ ആരുടെയെങ്കിലും വീഡിയോ ഒരു 5 സെക്കൻഡ് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വൻ ബഹളം നടത്തി ആ വീഡിയോ അങ്ങ് തട്ടിക്കളയും. അത് പേടിച്ചിട്ട് എനിക്ക് ഈ വീഡിയോ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ കാണിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഇവരുടെ പേരുകളൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പുതിയ വീഡിയോ ആണല്ലോ, ഇത് ആദ്യം വരും. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി വല്ലാതെ പരിഭ്രമിച്ചു. പരിഭ്രമിക്കാൻ കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറഞ്ഞു പോകുന്നു. ശശി തരൂരിൻ്റെ സ്റ്റോക്ക് വാല്യൂ അനുദിനം വർദ്ധിച്ചു വരുന്നു. രാഹുൽ ഗാന്ധിയുടെ കൂടെ ഈ പറയത്തക്ക കോൺഗ്രസ്സുകാരാരുമില്ല. 2 പേരേ ഉള്ളൂ. ഒന്ന് പവൻ ഖേഡ, വേറൊന്ന് നമ്മുടെ ജയറാം രമേശ്. പവൻ ഖേറ എന്ന് മലയാളികൾ പറയും. ആ ഉച്ചാരണം തെറ്റാണ്. KHRA എന്ന് എഴുതുമെങ്കിലും അത് പറയേണ്ടത് ഖേഡ എന്നാണ്. അതുപോലെയാണ് മല്ലികാർജുൻ ഖർഗെ എന്ന് നമ്മൾ പറയുന്നത്. മല്ലികാർജുൻ ഖഡ്ഗെ എന്നാണ്. ഈ R-ഉം H-ഉം ചേർന്ന് കഴിഞ്ഞാൽ ഡ എന്ന് ഉച്ചരിക്കുന്നത് ഉത്തരേന്ത്യൻ സ്വഭാവമാണ്. അതിൻ്റെ ലോജിക്കൊക്കെ വേറെ കാര്യം. അങ്ങനെയാണ് അവർ. അപ്പോൾ രാംഗഡ് എന്നവർ പറയുകയും RAMGARH എന്നെഴുതുകയും ചെയ്യും. പക്ഷേ ഉച്ചരിക്കുന്നത് രാംഗഡ് എന്നാണ്. അതാണ് മല്ലികാർജുൻ ഖഡ്ഗെയ്ക്കും പവൻ ഖേഡയ്ക്കും സംഭവിച്ചത്. മലയാളത്തിൽ സംഭവിച്ച പേരിന് വന്ന വ്യതിയാനം ഇതാണ്. എന്തുവായിക്കോട്ടെ, ഈ 2 പേരല്ലാതെ കോൺഗ്രസ്സിലെ കാര്യമായ ആരും തന്നെ, പ്രിയങ്ക ഗാന്ധി അവരുടെ ഉണ്ടോ എന്നറിയില്ല, റോബർട്ട് വാദ്ര, സിദ്ധരാമയ്യ, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി, കോൺഗ്രസിൻ്റെ മറ്റ് പല നേതാക്കളും ഒക്കെ ഉണ്ടല്ലോ. സൽമാൻ ഖുർഷീദ് നേരെ തിരിച്ചും പറഞ്ഞു. സൽമാൻ ഖുർഷീദ് ഈ ഡെലിഗേഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം ഒന്നുകിൽ എതിർവശത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രാധാന്യം തീരെ കുറഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ കാരണമായിട്ട് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും കണ്ടുപിടിച്ച അവസാനത്തെ ആൾ ജയശങ്കറാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ സ്ഥഗിതമാക്കിയിരിക്കുകയാണല്ലോ, നമ്മൾ പോസ് ചെയ്തിരിക്കുകയാണ്. നിർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഓങ്ങി നിർത്തിയിരിക്കുകയാണ്.
ഇടിക്കാനായിട്ട് കൈ ഓങ്ങിയിരിക്കുന്നു, ഇടിച്ചിട്ടില്ല. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഡോക്ടർ എസ് ജയശങ്കർ മാറി. ജയശങ്കറിൻ്റെ പ്ലെയിൻ സ്പീക്കിംഗ് ഉണ്ട്. അത് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. വാസ്തവത്തിൽ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരൻ ആകെ ഉള്ളുലഞ്ഞു പോകും അത് കേട്ട് കഴിയുമ്പോൾ. ജയശങ്കർ പറഞ്ഞു, നോക്കൂ, പാകിസ്ഥാൻ ഞങ്ങളെ 1947 തന്നെ ആക്രമിച്ചു. 47-48 ഞങ്ങളുടെ വലിയൊരു വിഭാഗം സ്ഥലം അവർ കൊണ്ടുപോയി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം സ്ഥലം, ഇത്രയധികം കാലം വെച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു രാജ്യവുമില്ല. ഇന്ത്യയാണ് ഇത് സഫർ ചെയ്യുന്നത്. ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ വന്നു. എന്ത് പ്രയോജനം? ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആക്രമിച്ച ആളിനെയും ഞങ്ങളെയും തുലനം ചെയ്തിട്ട് ഇൻവേഷൻ എന്നുള്ളത് മാറി ഡിസ്പ്യൂട്ട് എന്നാക്കി. ഇതാണ് യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം. പ്രശ്നപരിഹാരം ഒട്ടും ഉണ്ടാവുകയും ചെയ്തില്ല. ആദ്യത്തെ ഹൈഫനേഷൻ സംഭവിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിൽ ജവഹർലാൽ നെഹ്റു പോയപ്പോഴാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ജയശങ്കർ പറയുന്നുമില്ല. ബട്ട് എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് ആളെന്ന്. ഇങ്ങനെ കാര്യങ്ങൾ പറയാതെ പറയുന്ന ആളാണ് ജയശങ്കർ. ഇപ്പോൾ ട്രംപ് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു, ഞാനാണ് ഇതൊക്കെ സമാധാനമാക്കിയതെന്ന് പറഞ്ഞു. പിന്നെ ഞാനല്ല, ഞാൻ പക്ഷേ ഒന്ന് സഹായിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ US ഇങ്ങനെ പറയുന്നല്ലോ എന്നൊരു ചോദ്യം. അത് ജയശങ്കർ അസാമാന്യമായ ഒരു സാമർഥ്യത്തോടെ പറയുകയാണ്. അമേരിക്ക അങ്ങനെ പറഞ്ഞു, അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സിലല്ലേ എന്ന് ചോദിക്കുന്നു. ഇതിൽ കവിഞ്ഞ അപമാനം എന്താണ് അമേരിക്കയ്ക്കുള്ളത്? അമേരിക്കയ്ക്ക് ഇതിൽ കവിഞ്ഞ അപമാനം, അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലേ ഇത് എന്ന് ചോദിക്കുക. ഇതൊക്കെയാണ്. എന്നാൽ എപ്പോഴും പ്ലസൻ്റാണ്, ആർക്കും ദേഷ്യം തോന്നുകയില്ല. പറയാനുള്ളത് സട്ടിലായിട്ട് അടിയിലൂടെ പറയുകയും ചെയ്യും. പ്ലെയിനായിട്ടും ചിലപ്പോൾ പറയും, ചിലപ്പോൾ സട്ടിലായിട്ടും പറയും. ചില ചോദ്യങ്ങൾ പുള്ളിക്ക് നോ പറയണമെങ്കിൽ നേരെ അങ്ങ് നോ പറയില്ല. ഒരു ചിരി ചിരിച്ചുകൊണ്ട് ഐ മീൻ സംടൈംസ് ഓഫ് കോഴ്സ്, ഇത് കഴിഞ്ഞ് മനോഹരമായൊരു ചിരി ചിരിക്കും. അപ്പോഴത്തേക്ക് ചോദ്യകർത്താവിന് കാര്യം മനസ്സിലാവും, നോ എന്നാണ് ഈ പറയുന്നത്. ബട്ട് നോ പറഞ്ഞോ? ഇല്ല. ഐ മീൻ, ലെറ്റ് മീ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചു കഴിഞ്ഞാൽ നോ എന്നാണ് അതിനർത്ഥം. മോനെ ഇത് നടക്കില്ല എന്നാണ് അതിനർത്ഥം. ഇതാണ് റിയൽ ഡിപ്ലോമസി. വെൻ യു വാണ്ട് ടു സേ നോ, നെവർ എവർ സേ നോ, ബട്ട് നെവർ എവർ സേ യെസ് ഐദർ. യെസ് പറഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നോ ആണെന്ന് മറ്റേ ആൾ മനസ്സിലാക്കിക്കോളും. ഇതാണ്. അതല്ലാതെ സെലൻസ്കി ട്രംപിൻ്റെ മുമ്പിൽ കിടന്ന് കച്ചറ കാണിച്ച പോലത്തെ ഏർപ്പാടിന് ജയശങ്കറിനെയും കിട്ടില്ല, മോദിയെ ഒട്ടും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തലയെടുപ്പുള്ള രാജ്യമാണ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞെങ്കിലും അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ജയശങ്കർ തയ്യാറായിട്ടില്ല. എന്നാൽ ആരുമായിട്ടും വഴക്കുമില്ല. ജയശങ്കറിന് നേരത്തെ തന്നെ അദ്ദേഹം വിദേശകാര്യ വകുപ്പിൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ആ സമയത്ത് തന്നെ വാഷിങ്ടണുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഭരണാധികാരി പ്രസിഡൻറ്റ് ജോ ബൈഡനോ ഒബാമയോ ബിൽ ക്ലിൻ്റനോ ട്രംപോ ആരുമായിക്കോട്ടെ, ദ ബ്യൂറോക്രസി ഓഫ് അമേരിക്ക റിമെയിൻസ് സെയിം. അവരുമായിട്ട് നേരത്തെയുള്ള അടുപ്പം, അവിടെ നിന്ന് റിട്ടയർ ചെയ്തവരുമായിട്ടുള്ള അടുപ്പം, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ഇതിൻ്റെ ലിവറേജും ഉണ്ട്. ഇത് തന്നെ ഇദ്ദേഹത്തിന് ജപ്പാനിലുണ്ട്, ചൈനയിലുണ്ട്. അത് വെച്ചിട്ടാണ് ജയശങ്കറിനെ വിദേശകാര്യമന്ത്രിയാക്കുന്നത്. ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് വിദേശകാര്യ മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടില്ല. മോദിയുടെ ആദ്യ സർക്കാരിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സുഷമ സ്വരാജാണ് വിദേശകാര്യം കൈകാര്യം ചെയ്തിരുന്നത്.
ചരിത്രത്തിൽ അങ്ങനെയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിമാരെല്ലാവരും തന്നെ പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. നല്ല ഫോറിൻ സെക്രട്ടറിയും സംവിധാനമൊക്കെ ഉണ്ടാകും, സെക്രട്ടറി തല ചർച്ചകൾ നടക്കും, ഒക്കെ ആണെങ്കിലും രാഷ്ട്രീയക്കാർ ആ പദവി, മന്ത്രി പദവി വിട്ടുകൊടുക്കാറില്ല. ഇത് വിട്ടുകൊടുത്തത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അധികാരക്കൊതിയനും കസേരക്കൊതിയനും ഫാസിസ്റ്റും മനുഷ്യനെ അടുപ്പിക്കാത്തവനും ഒക്കെയാണ്. പക്ഷേ വിദേശകാര്യ വകുപ്പിലേക്ക് ഡോക്ടർ എസ് ജയശങ്കർ എന്ന ഫോറിൻ സർവീസിലെ ബ്യൂറോക്രാറ്റിനെ അദ്ദേഹം എടുത്തു. ഇത് ചില്ലറ വിഷമമല്ല മറ്റ് ബ്യൂറോക്രാറ്റ്സിനുണ്ടാക്കിയത്. ആദ്യമൊന്നും അവർ മിണ്ടിയൊന്നുമില്ല. പക്ഷേ പോകെ പോകെ ജയശങ്കർ കൂടുതൽ പോപ്പുലറാകുകയും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം മോദിയുടെ തലപ്പൊക്കത്തിലേക്ക് ജയശങ്കർ വരികയും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റുകയും തൻ്റെ മനോഹരമായ അവതരണ ശൈലി കൊണ്ടും, അതിങ്ങനെ ശശി തരൂരിനെ പോലെ ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷ് അല്ല, മനഃപൂർവ്വം ബ്രേക്ക് ചെയ്യുന്ന ബ്രോക്കൺ ഇംഗ്ലീഷിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഭാഷയും ശരീരഭാഷയും കൊണ്ട്, നെറ്റിയിലെ ചുളിവുകൾ കൊണ്ട്, ചിരി കൊണ്ട്, തല വെട്ടിക്കൽ കൊണ്ട്, ഇതെല്ലാം ജയശങ്കറിൻ്റെ സാമർഥ്യമാണ്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയാണ്. വിതൗട്ട് ടെല്ലിങ്, പ്രൊനൗൺസിങ് എ വേർഡ്. നാളെ ആർക്കാൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്ന് നെറ്റി ചുളിച്ചതല്ലേ ഉള്ളൂ, അത് ഇന്ന് എന്തർത്ഥമാക്കാനാണ്? എന്ത് വേണമെങ്കിലും അർത്ഥമാക്കാം. നാളെ നമുക്കും അറിയാം ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല, പിന്നെ നെറ്റിയിലെ ചുളിവ്, എനിക്ക് മെല്ലെ വയസ്സായി വരുന്നു, നെറ്റിയിൽ ചുളിവ് വന്നതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾക്ക് വെച്ച കാലം മുന്നോട്ടെടുക്കുകയോ പുറകോട്ടെടുക്കുകയോ ഒക്കെ ചെയ്യാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡിപ്ലോമസി. ഇതിൽ വർദ്ധിച്ചു വരുന്ന പോപ്പുലാരിറ്റിയിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കഥകൾ ഉണ്ടാകുമല്ല. വളരെ വല്ലപ്പോഴുമാണ് ഞാൻ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ന്യൂസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എപ്പോഴും കളക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇയാളൊരു ജാസൂസി പണിയാണല്ലോ എന്നവർക്കും തോന്നും. അതുകൊണ്ട് ഞാൻ വളരെ വല്ലപ്പോഴും തീരെ നിവൃത്തികെട്ട ഘട്ടങ്ങളിൽ മാത്രം എൻ്റെ ആൻറ്റിന ഒന്ന് അങ്ങോട്ട് നീട്ടിവെക്കും. അങ്ങനെ കിട്ടിയ വിവരമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇത് സത്യമാകണമെന്നൊന്നുമില്ല. ജയശങ്കറിനോട് അസൂയയുള്ള ധാരാളം റിട്ടയർഡ് IFSകാരും സിറ്റിംഗ് IFSകാരും ഉണ്ട്. റിട്ടയർഡ് ISകാരുടെയാണ് വലിയ ശല്യം. IFSകാർ, അവരുടെ പേരൊന്നും പറയാൻ നിർവാഹമില്ല, അവരൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുകയാണല്ലോ. ബട്ട് ഇതിൽ പെടാത്ത ഒരാളിൻ്റെ, സ്റ്റേച്ചറുള്ള ആളിൻ്റെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ ഇടപെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ നമുക്കൊരു ഫോറിൻ സെക്രട്ടറിയും പിന്നീട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായ ആളുണ്ടായിരുന്നു, മഹാവിദഗ്ധനായ ശിവശങ്കർ മേനോൻ. ശിവശങ്കർ മേനോൻ ഇതിലുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഏകദേശം അതിനോട് അടുത്തടുപ്പിച്ചുള്ള സ്റ്റാറ്റസൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല. ജയശങ്കറിൻ്റെ ഈ ഷൈനിങ്, അവൻ അങ്ങനെ മിനിഞ്ഞാന്ന് ആ ചെറുക്കൻ എൻ്റെ കീഴിൽ വർക്ക് ചെയ്തവൻ, ഇങ്ങനെയുള്ള കോംപ്ലക്സ്. അവർക്ക് ജയശങ്കറിനെ മാറ്റണം, മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റണം. മാറ്റിയിട്ട് അവരാരെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ ഇരുത്താൽ മതി. രാഷ്ട്രീയക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് നമ്മളുടെ ആശയം അനുസരിച്ച്. ഇവനെ അത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ എന്തൊക്കെ കളികൾ കളിക്കുമെന്ന് ഇവന് മുൻകൂട്ടി അറിയാം. കൈക്ക് കിട്ടുന്നില്ല ആളിനെ. ഇതുപോലെ ചില പട്ടാള മേധാവികളുമുണ്ട് നിരാശരായവർ. പല കാരണവശാൽ വിചാരിച്ച പ്രൊമോഷൻ കിട്ടിയില്ല, സംതിങ് ഉണ്ടാകുമല്ലോ, ഓരോരുത്തർക്കും ഓരോ ഗ്രീവൻസ് ഉണ്ടാകും. അങ്ങനെ പട്ടാള മേധാവികളും ഉണ്ട്. ഇവരെല്ലാം ചേർന്നാണ് രാഹുൽ ഗാന്ധിയോട് ഈ ചോദ്യം ചോദിക്ക്, ടാർഗറ്റ് മോദി എന്നുള്ളത് മാറ്റിയിട്ട് ടാർഗറ്റ് ജയശങ്കർ എന്നാക്ക്. അവനാണ് ഇതിൻ്റെ ആണിക്കല്ല്. അവനെ പിടിച്ച് അവനെ കുലുക്കി അവനെ താഴെയിട്ട് കഴിഞ്ഞാൽ പിന്നെ മോദി സർക്കാർ ചീട്ട് കൊട്ടാലും പോലെ വീഴും. മോദി സർക്കാരിൻ്റെ വിദേശ നയത്തിന് ഇത്തവണത്തെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടു. പട്ടാളക്കാരെ പോലെ തന്നെ വിദേശകാര്യ വകുപ്പും യുദ്ധത്തിലായിരുന്നു, ഇപ്പോഴും യുദ്ധത്തിലാണ്. അവരുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാനായിട്ടാണ് ഈ പാർലമെൻറ്റിൽ നിന്ന് 59 പേര് പോയിരിക്കുന്നത്, ഇല്ലേ? അല്ലാതെ എല്ലാ സ്ഥലത്തും എംബസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരില്ലാഞ്ഞിട്ടല്ല. അതങ്ങനെയല്ല, അതിന് കുറച്ചുകൂടെ ഗൗരവമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അതുകൂടാതെ പ്രതിപക്ഷത്തെ ഈ വമ്പന്മാരെ കൊണ്ടെല്ലാം സർക്കാരിൻ്റെ ലൈനിൽ സംസാരിപ്പിക്കുക.
ഇനി നാളെ അഭിഷേക് ബാനർജിയോ അല്ലെങ്കിൽ അസദുദ്ദീൻ ഒവൈസി പറയുകയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു. ഇത് പുള്ളിയുടെ സ്ഥിരം ഡയലോഗാണ്. ഇന്ത്യയിൽ വലിയൊരു ജയിലിൽ കിടക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കഞ്ഞി പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളാണ്. അങ്ങേരുടെ മുമ്പിൽ ഈ വീഡിയോ ആരെങ്കിലും അവതരിപ്പിക്കുക, അല്ല ചേട്ടനല്ലേ ബഹ്റിനിൽ പോയി ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. ന്യായീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ന്യായീകരിക്കും കേട്ടോ, രാഷ്ട്രീയക്കാരല്ല അവർ, ന്യായമൊക്കെ കണ്ടുപിടിക്കും, പക്ഷേ അല്പം ബുദ്ധിമുട്ടും. ചുരുക്കത്തിൽ ഓപ്പറേഷൻ ജയശങ്കർ എന്നുള്ള ഒരു പ്രോജക്റ്റ് രാഹുൽ ഗാന്ധിക്ക് തുടങ്ങേണ്ടി വന്നത് ഞാൻ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ഹി ഫീൽസ് ദാറ്റ് ഹി ഹാസ് ലോസ്റ്റ് എവറിതിങ്. Therefore, he now targets the cornerstone of Modi ministry, that is Dr. S. Jayashankar. ജയശങ്കർ ഒരു നറുപുഞ്ചിരി കൊണ്ട് നയതന്ത്രം നടത്തുന്ന ആളാണ്. നറുപുഞ്ചിരി കൊണ്ട് തന്നെ ഇത്തരം ഇൻറ്റേർണൽ പൊളിറ്റിക്സും നേടാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല മനുഷ്യർക്ക് ആശംസകൾ നേരുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിന് ഒരു സന്തോഷം തോന്നും, ഇല്ലേ? എനിക്കും അത് തോന്നുന്നുണ്ട്. താങ്ക് യു.